നമസ്കാരം. ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം. ഗോവയിൽ ഇന്ത്യയിലെ ആദ്യ പോളാർ മ്യൂസിയം ഒരുങ്ങുന്നു. അന്റാർട്ടിക്കയുടെ അത്ഭുതങ്ങൾ സന്ദർശകർക്ക് അനുഭവിക്കാൻ ഈ മ്യൂസിയം അവസരമൊരുക്കുന്നു. വാസ്കോയിലെ നാഷണൽ സെന്റർ ഫോർ പോളാർ ആൻഡ് ഓഷ്യൻ റിസർച്ച് അങ്കണത്തിലാണ് ഇന്ത്യയിലെ ആദ്യ പോളാർ ആൻഡ് ഓഷ്യൻ മ്യൂസിയം ഒരുങ്ങുന്നത്. ലോകോത്തര നിലവാരമുള്ള മ്യൂസിയം രൂപകൽപ്പന ചെയ്തത് കൽക്കട്ടയിലെ നാഷണൽ കൗൺസിൽ ഓഫ് സയൻസ് മ്യൂസിയംസിലെ ഡിസൈനർമാരാണ്. 20 കോടിയാണ് നിർമ്മാണ ചെലവ്. 2 വർഷത്തിനുള്ളിൽ മ്യൂസിയം സജ്ജമാക്കുമെന്ന് നാഷണൽ സെന്റർ ഫോർ പോളാർ ആൻഡ് ഓഷ്യൻ റിസർച്ച് ഡയറക്ടർ ഡോക്ടർ തമ്പാൻ മേലോത്ത് പറഞ്ഞു. അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ സർക്കാർ നടപടി ശക്തമാക്കി. ഗോവയിലെ ബോംബെ ഹൈക്കോടതി അനധികൃത നിർമ്മാണങ്ങളുടെ വിഷയം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിനിടയിൽ നിർമ്മാണ സാങ്കേതിക ക്ലിയറൻസ് സർട്ടിഫിക്കറ്റുകൾ ഇല്ലാത്ത ബിൽഡിംഗുകൾക്ക് വൈദ്യുതിയോ വെള്ളമോ നൽകരുതെന്ന് പുതിയ നിർദ്ദേശങ്ങളുമായി നടപടികൾ കൂടുതൽ ശക്തമാക്കി. കയ്യേറ്റങ്ങൾ, അനധികൃത മണ്ണിടിച്ചിൽ, അനധികൃത നിർമ്മാണങ്ങൾ എന്നിവയ്ക്കെതിരെ ഉടനടി നടപടിയെടുക്കാൻ സർക്കാർ ഇതിനകം തന്നെ കളക്ടർമാർ, ഡെപ്യൂട്ടി കളക്ടർമാർ, ഫ്ലൈയിംഗ് സ്ക്വാഡുകൾ, മാമലദാർ എന്നിവരെ അധികാരപ്പെടുത്തിയിട്ടുണ്ട്. ദേശീയപാതകളിൽ ഉൾപ്പെടെയുള്ള അനധികൃത നിർമ്മാണങ്ങൾ തടയുന്നതിനായി മുഖ്യമന്ത്രി പ്രമോദ് സാവന്തിന്റെ അധ്യക്ഷതയിൽ CS-ഉം മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ഉന്നതതല യോഗം ചേർന്നതിന് ശേഷമാണ് ഉത്തരവ്. ദേവി ലൈറായി ജാത്ര ഇന്ന് ഷിർഗാവോയിൽ ആരംഭിക്കും. ഷിർഗാവോയിൽ ആരംഭിക്കുന്ന 5 ദിവസത്തെ ദേവി ലൈറായി ജാത്ര സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പുറത്തുനിന്നുള്ള ആയിരക്കണക്കിന് ഭക്തർ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പാർവതി ദേവിയുടെ അവതാരമാണെന്ന് വിശ്വസിക്കപ്പെടുന്ന ലൈറായി ദേവിയുടെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിനായി ഭക്തർ ഒത്തുകൂടുന്നു. തീയിലൂടെയുള്ള നടത്തച്ചടങ്ങിന് പുറമെ ഉത്സവത്തിൽ പൽക്കി ഘോഷയാത്രയും ഉൾപ്പെടുന്നു. ഗോപി മഞ്ചൂരിയൻ സ്റ്റോളുകൾ ഉത്സവത്തിൽ നിരോധിച്ചിട്ടുണ്ട്. കൈരളി കൾച്ചറൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് മൊപ്സയിൽ നടന്നു. മെയ് 1 രാവിലെ 9 മണി മുതൽ മൊപ്സയിലെ ബോഷൻ ഹോട്ടലിലെ ബാങ്കറ്റ് ഹാളിൽ കൈരളി കൾച്ചറൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്ന രക്തദാന ക്യാമ്പിൽ 60-ൽ പരം ആളുകൾ എത്തിച്ചേർന്നു. ഈ ക്യാമ്പിൽ കൈരളിയുടെ അംഗങ്ങൾക്ക് പുറമെ മറ്റു സംഘടനകളുടെയും അംഗങ്ങളും പങ്കെടുത്ത് രക്തദാനം ചെയ്തു. കൽപ്പക കൾച്ചറൽ അസോസിയേഷൻ ബീച്ചോളിം, കേരള സംഗമം പനാജി, കേരള സമാജം പനാജി, PMA പഞ്ചിം, കേരള സംഗമം മഡ്ഗാവ്, കേരള സംഗമം സുവാരി നഗർ എന്നീ സംഘടനകളിൽ നിന്നും ഭാരവാഹികൾ പങ്കെടുത്തു. ക്യാമ്പിന്റെ ഭാഗമായി രക്തദാനം നടത്തിയ എല്ലാവർക്കും, പ്രത്യേകിച്ച് ഫസ്റ്റ് ടൈം ഡോണേഴ്സായി മുന്നോട്ട് വന്ന 20ഓളം വരുന്ന യങ് ജനറേഷനും നന്ദി അറിയിച്ചു. എല്ലാ സഹായവും ചെയ്ത നോർത്ത് ഗോവ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിനും ആദ്യമായി ബ്ലഡ് ഡൊണേറ്റ് ചെയ്തവർക്ക് പ്രോത്സാഹന മധുരം സ്പോൺസർ ചെയ്ത ശ്രീ ബിബു ജോസഫിനും, ക്യാമ്പ് നടത്താനായി ഹാൾ സൗജന്യമായി നൽകിയ ബോഷൻ ഹോട്ടലിനും കൈരളിയുടെ ഭാരവാഹികൾ നന്ദി അറിയിച്ചു. AGMC പ്ലെയർ ഓപ്ഷൻ ഇന്നലെ പോണ്ടയിൽ നടന്നു. 2018 മുതൽ നടന്നുവരുന്ന ഓൾ ഗോവ മലയാളി ക്രിക്കറ്റിന്റെ ഈ വർഷത്തെ പ്ലെയർ ലേലം ഇന്നലെ പോണ്ടയിൽ GMCAയുടെ ഓഫീസിൽ വെച്ച് നടത്തി. 5 ടീമുകളിലായി 75 കളിക്കാരാണ് പങ്കെടുക്കുന്നത്. ഇതിൽ 47 പേരുടെ ലേലമാണ് ഇന്നലെ നടന്നത്. ഈ വർഷം കളിക്കളത്തിൽ മാറ്റുരയ്ക്കാൻ ഉണ്ണിയുടെ നേതൃത്വത്തിൽ കലങ്കുത്ത് ചലഞ്ചേഴ്സ്, വിൽസന്റെ നേതൃത്വത്തിൽ വിൽസൺ ബോയ്സ്, സാംനാഥ് നയിക്കുന്ന സ്കോർപിയോൺ സ്ട്രൈക്കേഴ്സ്, ശരത്തിന്റെ പോണ്ട സൂപ്പർ ഗെയിൻസ്, ബിബുവിന്റെ നേതൃത്വത്തിലുള്ള മല്ലു സ്റ്റാർസുമാണ് ഇറങ്ങുന്നത്. മെയ് മാസം 24, 25 ശനി, ഞായർ ദിവസങ്ങളിലാണ് ടൂർണമെന്റ് നടത്തുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഈ വർഷത്തെ വിജയികൾക്കായി കാത്തിരിക്കുന്നത് 50,000 രൂപയാണ്. റണ്ണറപ്പിന് 25,000 രൂപയും. ഇതുകൂടാതെ മാൻ ഓഫ് ദി മാച്ച് ആകുന്നവർക്ക് സമ്മാനം നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കഴിഞ്ഞ വർഷത്തെ വിജയി കലങ്കുത്ത് ചലഞ്ചേഴ്സ് ആയിരുന്നു. ഗോവയിൽ മഡ്ക ഗാംബ്ലിംഗിനെതിരെ വൻ റെയ്ഡ്, 12 പേർ അറസ്റ്റിൽ. ഗോവയിൽ പനാജി, മൊപ്സ, പോണ്ട, പോർവോറിം എന്നിവിടങ്ങളിൽ ക്രൈംബ്രാഞ്ച് നടത്തിയ ഒന്നിലധികം റെയ്ഡുകളിൽ 12 പേരെ മഡ്ക ഗാംബ്ലിംഗുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തു. 12 FIRകൾ രജിസ്റ്റർ ചെയ്ത പോലീസ് കല്യാൺ മഡ്ക കിങ് എന്നറിയപ്പെടുന്ന മരിച്ച സുരേഷ് ഭഗത്തിന്റെ ഭാര്യ ജയ ചദ്ദയ്ക്കെതിരെയും കേസെടുത്തു. ഗോവയിൽ നിയമവിരുദ്ധ ചൂതാട്ടത്തിനെതിരെ പോലീസ് നടപടി ശക്തമാക്കിയതിന്റെ ഭാഗമായാണ് ഈ റെയ്ഡ്. 5.5 കോടി രൂപ മുക്കിയെന്ന ആരോപണം. ഗോവ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷനിലെ MD സസ്പെൻഷനിൽ. ഗോവ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ആൻഡ് സപ്ലൈ ഫെഡറേഷന്റെ മാനേജിംഗ് ഡയറക്ടർ കാശിനാഥ് നായിക്കിനെതിരെ 5.5 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്ന ആരോപണം. ഇതിനെ തുടർന്ന് കോപ്പറേറ്റീവ് രജിസ്ട്രാറുടെ നിർദ്ദേശപ്രകാരമാണ് ഫെഡറേഷൻ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത്. 2024 ഒക്ടോബർ 22 മുതൽ നവംബർ 11 വരെ നാഫേഡിൽ നിന്ന് 1589 മെട്രിക് ടൺ ഉള്ളി കിലോയ്ക്ക് 35 വാങ്ങി ഗോവയിൽ വില കൂട്ടി വിൽക്കുകയായിരുന്നു എന്നാണ് പരാതിയിലെ ആരോപണം.
ഇതിനൊപ്പം 1.95 കോടി രൂപ നഷ്ടമായി സ്റ്റാഫ് നടപടിയില്ലാതെ ഒഴിഞ്ഞുപോയ മറ്റൊരു കേസ് കൂടി കണ്ടെത്തിയിട്ടുണ്ട്. വിശദമായ അന്വേഷണം പുരോഗമിക്കുന്നു. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിന്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.